കന്യാസ്ത്രീ വിവാദം വീണ്ടും അടങ്ങുന്നില്ലെന്നേ. എന്തായാലും സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ കണ്ടു, അദ്ദേഹം PR വർക്കിന് പോയില്ല, ബഹളമുണ്ടാക്കിയില്ല, ഒന്നും ചെയ്തില്ല. പക്ഷേ എന്നിട്ടും അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ട് ഈ വിഷയം ധരിപ്പിച്ചു, അതിനാവശ്യമായ നടപടികൾ നീക്കി. എന്നാൽ ക്രിസ്തീയ സഭയിൽപ്പെട്ട കുറച്ച് ആളുകൾ സുരേഷ് ഗോപി ഇടപെട്ടില്ല എന്ന് പറഞ്ഞു വന്നിട്ട് ഇതെല്ലാം കുത്തിത്തിരിപ്പാണെന്നേ. ഈ ക്രിസ്തീയ സഭകളിലുള്ള ആളുകൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആ ജാമ്യം കിട്ടിയല്ലോ, ജാമ്യം കിട്ടി, ഇനിയിപ്പോൾ ആ കേസ് പറയുക, മറ്റു കാര്യങ്ങൾ നോക്കുക, ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. അങ്ങനെയല്ലേ ഒരു രാജ്യത്ത് പോകാൻ പറ്റൂ. അപ്പോൾ ആ രീതിയിൽ പോകുന്നതിന് പകരം സുരേഷ് ഗോപി എന്ത് പറഞ്ഞു, സുരേഷ് ഗോപി വാ തുറന്നില്ല, സുരേഷ് ഗോപി പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞാൽ സുരേഷ് ഗോപിയേക്കാൾ പ്രധാനമായിട്ട് ഇവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇടപെട്ടല്ലോ. സംസ്ഥാന അധ്യക്ഷൻ ഇടപെട്ടു, പിന്നെ അനിൽ ആൻ്റണി ഇടപെട്ടു, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇടപെട്ടു, പിന്നെ നമ്മുടെ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഇടപെട്ടു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇടപെട്ടു, പ്രധാനമന്ത്രി ഇടപെട്ടു, കാര്യം നടന്നു. എന്നിട്ടും ഇപ്പോൾ എന്താ ബഹളം ഉണ്ടാക്കുന്നത്? തൃശ്ശൂരിലെ ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് MPI മന്ത്രിയെ ഫോണിൽ ധരിപ്പിച്ച് വ്യക്തമാക്കിയിരുന്നു. അത് സുരേഷ് ഗോപി വിളിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ഇതെന്ത് രാഷ്ട്രീയമാണ് ഇവിടെ? ഇങ്ങനെയാണോ കാര്യങ്ങൾ? ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു വാർത്ത കയറി പോകുന്നുണ്ട്. മുരളീധര പക്ഷം എന്ന് പറയുന്നൊരു പക്ഷം MD രമേശ് മുരളീധരനും കൂടി കേന്ദ്രത്തിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിരിക്കുന്നു, ശരിയായില്ല ഇറക്കിയതെന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോകുമ്പോൾ ആഭ്യന്തരമന്ത്രി രാജീവ് ചന്ദ്രശേഖരനോട് പറയില്ലേ, മിസ്റ്റർ നിങ്ങൾ നാട്ടിലേക്ക് പൊക്കോളൂ, ഈ പ്രശ്നത്തിലൊന്നും ഇടപെടണ്ടെന്ന്. അല്ലെങ്കിൽ പ്രധാനമന്ത്രി പറയത്തില്ലേ, നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട, നിങ്ങൾ പൊക്കോളൂ, ഇതൊക്കെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നങ്ങളാണ്, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, നിങ്ങൾ പൊക്കോളൂ എന്ന് പറയത്തല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഛത്തീസ് ഗവൺമെൻറ്റും അവിടുത്തെ മാവോയിസ്റ്റുകളും അവിടുത്തെ ആളുകളും കന്യാസ്ത്രീകളും ബജ്രന്തങ്ങളും ഒക്കെയുള്ള പ്രശ്നങ്ങളാണ്, ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ പറ്റൂലെന്നല്ലേ പ്രധാനമന്ത്രി പറയേണ്ട കാര്യമുള്ളൂ. ഇത് ആഭ്യന്തരമന്ത്രിയെ UDF MPമാരും LDF UDF MPമാർ കണ്ടപ്പോഴും ആഭ്യന്തരമന്ത്രി അനുകൂലമായിട്ടല്ലേ പറഞ്ഞത്, പരിശോധിക്കാമെന്നല്ലേ പറഞ്ഞത്. ആഭ്യന്തരമന്ത്രി പറഞ്ഞല്ലോ, കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തതായിട്ട് തോന്നുന്നില്ല, കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പലതും കേൾക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഇവർ രണ്ടുപേരും അവിടെ പോയി ആഭ്യന്തരമന്ത്രിയെ കണ്ടില്ലേ? അപ്പോൾ കണ്ടപ്പോഴൊന്നും രാജീവ് ചന്ദ്രശേഖരനെതിരെ എതിരില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ BJPയുടെ പ്രസിഡൻറ്റും BJPയുടെ ജനറൽ സെക്രട്ടറിമാരും ദേശീയ നേതൃത്വം അറിയാതെയും മനസ്സിലാക്കാതെയും അവിടെ പോയി അവർക്ക് അവിടെ ഈ ദിവസം നിൽക്കാൻ പറ്റുമോ? അനൂപ് ആന്റണിക്ക് 8 ദിവസം അവിടെ നിൽക്കാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം തെറിക്കത്തില്ലേ? ഇതെന്ത് വാർത്തയാണ്, എന്ത് മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്? നിങ്ങൾ അറിയാതെ ഇവിടെ ചന്ദ്രശേഖരൻ, പിന്നെ ദേശീയ നേതൃത്വം അറിയാതെ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ പോയി നിൽക്കാൻ പറ്റുമോ? അല്ലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ അങ്ങനെ ഒരു പരാതിയും കൊണ്ട് അവിടെ പോയി ആ പരാതി എടുക്കുന്നൊരു സംവിധാനമാണ് അവിടെ ഉള്ളത്. അപ്പോൾ എല്ലാ തരത്തിലും കുത്തിത്തിരിപ്പുണ്ടാക്കുക, വീണ്ടും ജഗപുക ഉണ്ടാക്കുക, പിന്നെ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുക, ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുക. ആദ്യം നേരത്തെ പറഞ്ഞ രമേശ് ചെന്നിത്തലയ്ക്ക് MD രമേശിന് സ്ഥാനം കൊടുത്തില്ല എന്നാണ്. MD രമേശ് ഇപ്പോൾ എല്ലാ കാര്യത്തിലും രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെ നിൽക്കുന്ന കണ്ടപ്പോൾ പിന്നെ ഉടനെ അടുത്ത മുരളീധര പക്ഷമായി. ഇങ്ങനെ കുത്തിത്തിരിച്ച് ആ നേതാവ് പറഞ്ഞു, ഈ നേതാവ് പറഞ്ഞു. പിന്നെ നേതാക്കളായാലും അങ്ങനെ തന്നെ, അവരെന്തെങ്കിലുമൊക്കെ പറയാനും ബൈറ്റ് പറയാനും കുഞ്ഞു കാര്യങ്ങൾ പുറത്തെടുത്ത് കൊടുക്കാനും അവർക്ക് ആവേശമുണ്ട്. ഇതെല്ലാം കൂടെ ആകുമ്പോഴാണ് നല്ല രസം. ഇപ്പോൾ സുരേഷ് ഗോപി സംസാരിച്ചില്ല എന്നുള്ളതാണ്. സുരേഷ് ഗോപി സംസാരിച്ചാലും ഇല്ലെങ്കിലും സുരേഷ് ഗോപിയോട് ഇവർ അഭ്യർത്ഥിച്ചോ എന്നുള്ള ചോദ്യമുണ്ട്. പിതാക്കന്മാർ അല്ലെങ്കിൽ ഈ CBSEയുടെ ആളുകൾ സുരേഷ് ഗോപിയോട് അഭ്യർത്ഥിച്ചോ, അതോ ഇത് ഇവരോടാണോ അഭ്യർത്ഥിച്ചത്? അപ്പോൾ അഭ്യർത്ഥിച്ചില്ലെങ്കിലും സുരേഷ് ഗോപി ഇടപെട്ടില്ലേ? അഭ്യർത്ഥിച്ചിട്ട് ഇടപെട്ടതാണോ, അഭ്യർത്ഥിക്കാതെ ഇടപെട്ടതാണോ? സുരേഷ് ഗോപി എന്തായാലും പ്രധാനമന്ത്രിയോട് പറഞ്ഞില്ലേ? ഇതെല്ലാം ചെയ്ത് കാര്യം നേടിയെടുത്തതിന് ശേഷം പിന്നെ ഒരുതരം ശവത്തിൽ കുത്തുന്ന പരിപാടികളാണ് ഓരോ പത്രങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കുറേ അച്ഛന്മാരും കൊണ്ട് തലവെച്ചും കൊടുത്തിട്ടുണ്ട്. താമരശ്ശേരി ബിഷപ്പുമാർ ഇത് പിൻവലിക്കുമ്പോൾ ഇരിങ്ങാലക്കുട ബിഷപ്പുമാർ നടത്തും. അതൊന്നും ശരിയല്ല. പിന്നെ ബിലീവേഴ്സ് ചർച്ചുകാരാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് കേക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇത് പല കാര്യങ്ങളും ഇങ്ങനെ നടക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ വാർത്ത വന്നിരിക്കുന്നത്, സുരേഷ് ഗോപി എന്തോ തെറ്റായിപ്പോയി, സുരേഷ് ഗോപി പറഞ്ഞില്ല, എല്ലാവരും കൂടി കിടന്ന് ബഹളം ഉണ്ടാക്കിയില്ല, സകല പേരും കൂടെ പോയി ഇറക്കാൻ പോയില്ല എന്നുള്ളതാണ് പരാതി. എന്തൊരു ഗതികേടാണ്, എന്ത് ചെയ്യാനാണ് പറ്റുന്നത്? ഇതൊരു വല്ലാത്ത രാഷ്ട്രീയമായി. ഇവിടെ വികസനവും ഇല്ല, വികസിത ചർച്ചയുമില്ല, മറ്റൊരു കാര്യമില്ല. നമുക്കിങ്ങനെ കുറേ ജാതി, മതം, വർഗം, ഗോത്രം, ഇങ്ങനെ കുറേ വേടൻ, ഇങ്ങനെ പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പ്രസംഗം, ഇങ്ങനെ കുറേ വിവാദങ്ങളിൽപ്പെട്ട് അത് നമുക്ക് രാവിലെയും വൈകിട്ടും രാത്രിയുമൊക്കെ വിവാദം കഴിക്കാം. പിന്നെ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ പണം അയച്ചു തരും, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികൾ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരും, ബംഗ്ലാദേശിൽ നിന്നും ബംഗാളിൽ നിന്നുമൊക്കെ വന്ന് നമുക്കവർ തേങ്ങ ഇട്ട് ബെറോട്ട അടിച്ച് ചമ്മന്തി അരച്ച് നമുക്ക് തരും. നമുക്കിരുന്ന് വിവാദം ഉണ്ടാക്കാം.